നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സാമ്പത്തിക വളർച്ചയ്ക്കും ജനപങ്കാളിത്തത്തിനും ഊന്നൽ നൽകി ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റ് പ്രഖ്യാപനം. ആദായ നികുതി സ്ലാബുകളിൽ മാറ്റമില്ല, പ്രവാസികൾക്ക് ആശ്വാസം. വിദേശത്ത് പണം അയക്കുന്നതിന് നികുതി കുറയും. വിദേശയാത്രാ നികുതി 5% നിന്ന് 2%. ക്യാപെക്സിൽ നിക്ഷേപിക്കുന്ന വിദേശ ഇന്ത്യക്കാർക്ക് 5 വർഷത്തേക്ക് നികുതി ഇളവ്. പ്രവാസികൾ നാട്ടിലെ വീടല്ലെങ്കിൽ വസ്തു വിൽക്കുമ്പോഴുള്ള ആദായ നികുതി നടപടികളിലെ സങ്കീർണതകൾ കുറയും. പിന്തുണച്ച് പ്രവാസി സംരംഭകർ. കേരളം ആവശ്യപ്പെട്ട എയിംസും അതിവേഗ റെയിൽ പദ്ധതിയും അടക്കം അനുവദിക്കാത്തതിൽ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധം. ബജറ്റിൽ അതിവേഗ റെയിൽ പ്രഖ്യാപിക്കില്ലെന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെന്ന് ഇ ശ്രീധരൻ. പ്രമേഹം, ക്യാൻസർ മരുന്നുകളുടെ വില കുറയും. 7 അപൂർവ രോഗങ്ങളുടെ മരുന്നുകൾക്ക് തീരുവയില്ല. സ്വകാര്യ പങ്കാളിത്തത്തോടെ രാജ്യത്ത് 5 റീജിയണൽ മെഡിക്കൽ ഹബ്ബുകൾ, 3 പുതിയ അഖിലേന്ത്യാ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുള്ള നികുതി 5 നിന്ന് 2%. EV ബാറ്ററി, സോളാർ പാനൽ, മൊബൈൽ ഫോൺ, തുകൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വില കുറയും. മദ്യം, സിഗരറ്റ് വില കൂടും. വരുമാനത്തെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ നൽകിയാൽ കടുത്ത ശിക്ഷ. കർഷകർക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനടക്കം സഹായം. വാഹനാപകട നഷ്ടപരിഹാര തുകയ്ക്ക് നികുതിയില്ല. കായിക മേഖലയ്ക്കായി ഖേലോ ഇന്ത്യ മിഷൻ. വനിതാ സംരംഭകർക്കായി ഷീ മാർട്ട് പദ്ധതി. വിപണി ഉത്തേജക പ്രഖ്യാപനങ്ങളില്ല. ഓഹരി വിപണിയിൽ തകർച്ച. ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ സുരക്ഷാ സേന 145 തീവ്രവാദികളെ വധിച്ചതായി റിപ്പോർട്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥരും സാധാരണക്കാരും കൊല്ലപ്പെട്ടു. വികസിത ഭാരതത്തിലേക്ക് ചുവടുവെച്ച് കേന്ദ്ര സർക്കാർ ബജറ്റ്. യുവാക്കൾക്കും സ്ത്രീകൾക്കും പ്രാധാന്യം നൽകി. വിദ്യാർത്ഥികൾക്കും മെഡിക്കൽ രംഗത്തിനും ഉത്തേജനമേകുന്ന ബജറ്റിൽ കായിക മേഖലയുടെ സമഗ്ര വികസനത്തിനും തുക വകയിരുത്തിയിട്ടുണ്ട്. ദേശീയ ജലഗതാഗതത്തിന്റെ പരിഷ്കരണവും അതിവേഗ റെയിൽവേ പദ്ധതികളും ബജറ്റിൽ ഇടം പിടിച്ചു. സാമ്പത്തിക വളർച്ച, ജനപങ്കാളിത്തം, എല്ലാവർക്കും വികസനം എന്നീ 3 നയങ്ങൾ മുൻനിർത്തിയാണ് ബജറ്റ്. മൂന്നാം മോഡി സർക്കാരിന്റെ 3ാമത്തെയും ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ തുടർച്ചയായ 9ാമത്തെയും ബജറ്റാണ് അവതരിപ്പിച്ചത്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും രാജ്യം സാമ്പത്തിക വളർച്ച നേടി. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാനായി. GDP-യിൽ 7% സ്ഥിരതയുള്ള വളർച്ച നേടാൻ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് സാധിച്ചു. ഉൽപാദനം വർദ്ധിപ്പിച്ച് സാമ്പത്തിക വളർച്ച നേടുകയാണ് ലക്ഷ്യമെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു. Increasing farmer incomes through productivity enhancement and entrepreneurship, with special attention to small and marginal farmers. B. Empowering Divyangjan through access to livelihood opportunities, training and high quality assistive devices. C. Empowering the vulnerable to access mental health and trauma care. D. Focus on the Purvodaya states and the Northeast region to accelerate development and employment opportunities. സ്ത്രീകൾക്കും യുവാക്കൾക്കും പ്രാധാന്യം നൽകിയ ബജറ്റിൽ സുപ്രധാന പ്രഖ്യാപനങ്ങളുമുണ്ടായി. യുവശക്തി എന്ന് വിശേഷിപ്പിച്ച ബജറ്റ് 7 പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. വനിതകൾക്കായി ജില്ലകൾ തോറും ഹോസ്റ്റൽ സൗകര്യം. വനിതാ സംരംഭകർക്ക് ആശയ, സാമ്പത്തിക, സാങ്കേതിക സഹായവും ഉറപ്പുവരുത്തും. കായിക ഉപകരണങ്ങളുടെ നിർമ്മാണത്തിനും ഗവേഷണത്തിനും പദ്ധതി ആവിഷ്കരിക്കും. ഇന്ത്യയെ ഗ്ലോബൽ ബയോഫാർമ മാനുഫാക്ചറിംഗ് ഹബ്ബാക്കാൻ 10,000 കോടി രൂപ മാറ്റിവെച്ചു. I propose to launch a Khelo India mission to transform the sports sector over the next decade. AI സാങ്കേതിക വിദ്യയ്ക്കായി കൂടുതൽ നിക്ഷേപം നടത്തും. കർഷകർക്കും വിദ്യാർത്ഥികൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിലായിരിക്കും പദ്ധതികൾ വിഭാവനം ചെയ്യുക. കേര കർഷകർക്ക് പ്രോത്സാഹനം നൽകുന്ന നിരവധി പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ട്. We will support high value crops such as coconut, sandalwood, cocoa, cashew in the coastal areas. മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുള്ള നികുതി 5 നിന്ന് 2%. വിദേശയാത്രയുടെയും വിദേശ വിനോദയാത്രയുടെയും നികുതി 2% കുറച്ചു. ക്ലൗഡ് ഡാറ്റാ സെന്റർ കമ്പനികൾക്ക് വൻ ഇളവുകളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. Tax holiday till 2047 to any foreign company that provides cloud services to customers globally by using data center services from India. പ്രതിരോധ മേഖലയ്ക്ക് 5.95 ലക്ഷം കോടി രൂപ വകയിരുത്തി. പൊതുചെലവിനായി 12.21 ലക്ഷം കോടിയായി തുക വർദ്ധിപ്പിച്ചു.
2026 സാമ്പത്തിക വർഷത്തിലെ മൂലധന ചെലവ് 11 ലക്ഷം കോടി രൂപയും തനത് വരുമാനം 36.5 ലക്ഷം കോടി രൂപയുമായി കണക്കാക്കുന്നു. മറ്റു നികുതി വരുമാനം 28.7 ലക്ഷം കോടി രൂപയും 2026 സാമ്പത്തിക വർഷത്തിലെ ചെലവിന്റെ പുതുക്കിയ എസ്റ്റിമേറ്റ് 49.6 ലക്ഷം കോടി രൂപയുമാണ്. 2027 സാമ്പത്തിക വർഷത്തിലെ ചെലവ് 53.5 ലക്ഷം കോടിയാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെ നികുതി നിയമങ്ങൾ ലഘൂകരിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. ധനക്കമ്മി GDPയുടെ 4.5% ധനമന്ത്രി പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. നികുതി നിയമങ്ങളിൽ മാറ്റങ്ങളുമായാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത്. പുതിയ ആദായ നികുതി നിയമം ഈ വർഷം ഏപ്രിൽ 1 മുതൽ നിലവിൽ വരും. നികുതി നിയമങ്ങൾ ലഘൂകരിക്കും. In July 2024, I announced a comprehensive review of the Income Tax Act 1961. നികുതി ഇനത്തിൽ ഒട്ടേറെ പ്രഖ്യാപനങ്ങളാണ് ധനമന്ത്രി നടത്തിയത്. ജൂലൈ 31 വരെ റിട്ടേൺ സമർപ്പിക്കാം. പരിശോധനയ്ക്ക് ശേഷവും ടാക്സ് റിട്ടേൺ വിവരം പുതുക്കാം. ആദായ നികുതി സ്ലാബുകളിൽ മാറ്റമില്ല എന്ന് ധനമന്ത്രി വ്യക്തമാക്കി. പുതിയതായി നിലവിൽ വരുന്ന നിയമം ആദായ നികുതി ഫയലിംഗ് ആയാസരഹിതമാക്കും. വരുമാനത്തെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ നൽകിയാൽ കടുത്ത ശിക്ഷയാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. വാഹനാപകട നഷ്ടപരിഹാര തുകയ്ക്ക് ഇനി മുതൽ നികുതി ഉണ്ടായിരിക്കില്ല. അതേസമയം വാഹനാപകട ഇൻഷുറൻസ് ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. വിദേശയാത്രാ നികുതി 5% നിന്ന് 2%. പ്രവാസികളുടെ സ്ഥാവര വസ്തുക്കളുടെ കൈമാറ്റത്തിനും നികുതി കുറയ്ക്കും. മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുള്ള TCS 5% നിന്ന് 2% കുറച്ചു. ക്ലൗഡ് സർവീസുകൾക്ക് 2047 വരെ ടാക്സ് ഹോളിഡേ ആണ്. I propose to reduce TCS rate on the sale of overseas tour program package from the current 5% and 20% to 2% without any stipulation of amount. I propose to reduce TCS rate for pursuing education and for medical purposes under the Liberalized Remittance Scheme, popularly known as LRS. മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റ് അവതരണത്തോടെ രാജ്യത്ത് ഏതൊക്കെ വസ്തുക്കൾക്കാണ് വില കൂടുകയെന്നും കുറയുകയെന്നും ഉറ്റുനോക്കുകയാണ് ജനങ്ങൾ. 17 ക്യാൻസർ മരുന്നുകൾക്ക് കസ്റ്റംസ് തീരുവ ഒഴിവാക്കി. ഇതോടെ ക്യാൻസർ മരുന്നുകളുടെ വില കുറയും. അതേസമയം മദ്യം, പുകയില ഉൽപ്പന്നങ്ങളായ സിഗരറ്റ്, പാൻ മസാല എന്നിവയ്ക്ക് വില ഉയരുമെന്നാണ് ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ വ്യക്തമാകുന്നത്. Those suffering from cancer, I propose to exempt basic customs duty on 17 drugs or medicines. ചില പ്രമേഹ രോഗത്തിനുള്ള മരുന്നുകൾ, സമുദ്ര ഭക്ഷ്യവിഭവങ്ങൾ, വിദേശ ടൂറിസം പാക്കേജുകൾ, വിദേശ പഠന ചെലവ്, ലെതർ ഉൽപ്പന്നങ്ങൾ, സ്മാർട്ട് ഫോൺ, EV ബാറ്ററി, സോളാർ പാനൽ, മൈക്രോവേവ് ഓവൻ, സ്പോർട്സ് ഉപകരണങ്ങൾ, ലിഥിയം ബാറ്ററി ഘടകങ്ങൾ, ചെരുപ്പ് എന്നിവയുടെ വില കുറയും. എയർക്രാഫ്റ്റ് ഭാഗങ്ങൾക്ക് നികുതി ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ ഇവയ്ക്കും വില കുറയും. ആഡംബര വാച്ച്, ഡിജിറ്റൽ ക്യാമറ, വീഡിയോ ഗെയിമിംഗ് ആൻഡ് സോഫ്റ്റ്വെയർ, ആക്രി സാധനങ്ങൾ, ചില ധാതുക്കൾ എന്നിവയുടെ വില ഉയരും. അതേസമയം ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡിംഗിന് ചിലവേറും. ന്യൂസ് ഡെസ്ക് അമൃത TV. പ്രവാസികൾക്ക് ആശ്വാസമായി ബജറ്റ്. വിദേശത്തേക്ക് പണം അയക്കുന്നതിന് നികുതി കുറയും. ക്യാപെക്സിൽ നിക്ഷേപിക്കുന്ന വിദേശ ഇന്ത്യക്കാർക്ക് 5 വർഷത്തേക്ക് നികുതി ഇളവ്. പ്രവാസികൾ നാട്ടിലെ വീട് അല്ലെങ്കിൽ വസ്തു വിൽക്കുമ്പോഴുള്ള ആദായ നികുതി നടപടികളിലെ സങ്കീർണതകൾ കുറയും. വിൽപ്പന തുകയിൽ നിന്നും മുൻകൂർ നികുതി അടയ്ക്കാനും തുക നിക്ഷേപിക്കാനും ഇതുവരെ ടാൻ നമ്പർ വേണമായിരുന്നു. ഈ നമ്പർ എടുക്കാൻ പ്രവാസികൾക്ക് ഏറെ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. മാത്രമല്ല ഇതുമൂലം ഇടപാടുകൾ വൈകാനും മുടങ്ങാനും ഇടവന്നിരുന്നു. ഇനി ടാൻ നമ്പറിന് പകരം വസ്തു വാങ്ങുന്ന ഇന്ത്യൻ പൗരന്റെ പാൻ അടിസ്ഥാനമാക്കിയുള്ള ചെലാൻ ഉപയോഗപ്പെടുത്തി TDS ഇടപാട് നടത്താം. വിദേശയാത്ര നടത്തുന്ന ഇന്ത്യക്കാർക്കും ആശ്വാസം. വിദേശ ടൂർ പാക്കേജുകളുടെ TCS കുറച്ചു. വിദേശ ടൂർ പ്രോഗ്രാം പാക്കേജുകളിലെ നികുതി കുറയുന്നതോടെ അന്താരാഷ്ട്ര ടൂർ പാക്കേജുകൾ കൂടുതൽ ലളിതമാകുമെന്നതാണ് നേട്ടം. ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് പോകുന്ന യാത്രക്കാർക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കും. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിനെ പിന്തുണച്ച് പ്രവാസി സംരംഭകർ. പ്രവാസികളുടെ ക്ഷേമം ഉറപ്പാക്കുന്ന പ്രഖ്യാപനങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള ഊന്നൽ, ഉൽപ്പാദന മേഖലയ്ക്കുള്ള പിന്തുണ എന്നിവ ബജറ്റിലുണ്ട് എന്ന് പ്രവാസി നിക്ഷേപകരും വ്യവസായികളും ചൂണ്ടിക്കാട്ടുന്നു. ദീർഘവീക്ഷണത്തോടെയുള്ളതും പ്രവാസി ഇന്ത്യക്കാരുടെ പങ്കാളിത്തം വ്യക്തമാക്കുന്നതുമാണ് ബജറ്റെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പറഞ്ഞു. നികുതി ഘടന ലളിതമാക്കുക, യുവജനങ്ങളുടെ ശാക്തീകരണം, ദീർഘകാല നിക്ഷേപത്തിൽ അധിഷ്ഠിതമായ വികസനം എന്നിവ ബജറ്റിൽ പ്രതിഫലിക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിലൊന്നായി ഇന്ത്യ മാറുമെന്നതിന്റെ സൂചനയാണ് കേന്ദ്ര ബജറ്റെന്നും MA യൂസഫ് അലി അഭിപ്രായപ്പെട്ടു. ആഗോളതലത്തിൽ അസ്ഥിരത നിലനിൽക്കുന്ന സാഹചര്യത്തിലും സ്ഥിരത ഉറപ്പാക്കുന്ന ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചതെന്ന് ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ് മാനേജിംഗ് ഡയറക്ടർ അദീബ് അഹമ്മദ് പറഞ്ഞു. പ്രവാസികളുടെ വ്യക്തിഗത നിക്ഷേപ പരിധി ഉയർത്തിയതുൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങളെ അദ്ദേഹം സ്വാഗതം ചെയ്തു. കേരളത്തിന് അവഗണനയെന്ന വിമർശനമുള്ളപ്പോഴും ആത്മവിശ്വാസമുള്ളതും ലക്ഷ്യബോധത്തോടെയുള്ളതുമാണ് കേന്ദ്ര ബജറ്റെന്നാണ് പ്രവാസ ലോകത്തു നിന്നുമുള്ള പൊതു അഭിപ്രായം. അമൃത ന്യൂസ്, ദുബായ്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച 7 അതിവേഗ റെയിൽ ഇടനാഴികളിൽ കേരളം ഇടം നേടിയില്ല. അതേസമയം അയൽ സംസ്ഥാനങ്ങളായ കർണാടകയും തമിഴ്നാടും ആന്ധ്രയും പട്ടികയിൽ ഇടം നേടി. ധാതുസമ്പന്നമായ ഒഡീഷയും തമിഴ്നാടും ചേർത്ത് വ്യാവസായിക ഇടനാഴിയും പ്രഖ്യാപിച്ചു. മുംബൈ പൂനെ, പൂനെ ഹൈദരാബാദ്, ഹൈദരാബാദ് ബംഗളൂരു, ഹൈദരാബാദ് ചെന്നൈ, ചെന്നൈ ബംഗളൂരു, ദില്ലി വാരാണസി, വാരണാസി സിലിഗുരി ഇവയാണ് പുതിയതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച 7 അതിവേഗ റെയിൽ ഇടനാഴികൾ. We will develop 7 high-speed rail corridors between cities as growth connectors, namely Mumbai to Pune, Pune to Hyderabad, Hyderabad to Bengaluru, Hyderabad to Chennai, Chennai to Bengaluru, Delhi to Varanasi, Varanasi to Siliguri. ഈ പട്ടികയിൽ കേരളം ഉൾപ്പെട്ടില്ല. കേരളത്തിനായി അതിവേഗ റെയിൽപാത പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷ നിലനിന്നിരുന്നു. മെട്രോമാൻ ഇ ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള അതിവേഗ റെയിൽപാതയ്ക്ക് കേന്ദ്രം അനുകൂലമാണെന്ന വിവരവും പുറത്തുവന്നിരുന്നു. അതിവേഗ ഇടനാഴി പ്രഖ്യാപിക്കുമ്പോൾ കേരളം എന്ന സംസ്ഥാനത്ത് നിന്നുള്ള MP-മാർ വിളിച്ചു പറഞ്ഞുവെങ്കിലും നിരാശയായിരുന്നു ഫലം. അതേസമയം ധാതുമണൽ ഇടനാഴി പദ്ധതിയിൽ കേരളം ഇടം പിടിച്ചത് ശ്രദ്ധേയമായി. ചരക്ക് നീക്കത്തിന് ഗഗനെയും സൂറത്തിനെയും ബന്ധിപ്പിച്ച് ഇടനാഴി ധനമന്ത്രി പ്രഖ്യാപിച്ചു. വാരണാസിയെയും പാറ്റ്നയെയും ബന്ധിപ്പിച്ച ഉൾനാടൻ ജലപാതയടക്കം 5 വർഷത്തിനകം 12 പുതിയ ജലപാതകളും ധനമന്ത്രി പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത TV. ബജറ്റിൽ അതിവേഗ റെയിൽ പ്രഖ്യാപിക്കില്ലെന്ന് നേരത്തെ റെയിൽവേ മന്ത്രി നേരിട്ട് തന്നോട് പറഞ്ഞിരുന്നുവെന്ന് ഇ ശ്രീധരൻ. ആദ്യം DPR തയ്യാറാക്കുകയാണ് വേണ്ടത്. അതിനുള്ള ഓർഡർ ഉടൻ ഇറങ്ങുമെന്നും നാളെ ഓഫീസ് പ്രവർത്തനം തുടങ്ങുമെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. ബഡ്ജറ്റ് വേണ്ട വിഷയമല്ലാതെ ഇത് നമ്മുടെ ഉദ്ദേശം ഒരു അതിവേഗ റെയിൽവേക്കുള്ള ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കൽ മാത്രമാണ്. അതിനും ഈ ബഡ്ജറ്റ് കഴിഞ്ഞാൽ അതിനും ബന്ധമില്ല, എപ്പോൾ വേണമെങ്കിൽ ചെയ്യാമല്ലോ. അത് ഓർഡർ ചെയ്യാനുള്ള ഫുൾ അധികാരം അദ്ദേഹത്തിനാണ്. ബഡ്ജറ്റിലേക്കോ ക്യാബിനറ്റിലേക്ക് പോകുക, അപ്പോഴൊന്നും ആവശ്യമില്ല. കേരളം പ്രതീക്ഷയുടെ കാത്തിരുന്ന അതിവേഗ റെയിൽ പദ്ധതി മെയിംസും കേന്ദ്ര ബജറ്റിലില്ല. വിഴിഞ്ഞം ശബരി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചില്ല. വയനാട് സഹായവുമില്ല. അപൂർവ ധാതു ഇടനാഴിയും നാളികേര പ്രോത്സാഹനവും കടലാമ സംരക്ഷണ കേന്ദ്രവും ആയുർവേദ ചികിത്സാ പ്രോത്സാഹനവും ഒഴിച്ചു നിർത്തിയാൽ മറ്റു വലിയ പ്രഖ്യാപനങ്ങളൊന്നും കേരളത്തിനില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ കേന്ദ്ര ബജറ്റിൽ കേരളം ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. പക്ഷേ ബജറ്റിന്റെ തുടക്കത്തിൽ തന്നെ അതിവേഗ റെയിൽ പദ്ധതിയിൽ കേരളത്തെ അവഗണിച്ച ധനമന്ത്രിയുടെ പ്രസംഗ സമയത്ത് കേരളത്തിന്റെ പേര് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് MP-മാർ പ്രതിഷേധിച്ചത്. ഇ ശ്രീധരന്റെ മേൽനോട്ടത്തിൽ കേരളത്തിൽ അതിവേഗ റെയിൽ പദ്ധതി നടപ്പാക്കാൻ കേന്ദ്രം തയ്യാറെടുത്തതും കേരളം മറ്റൊരു റെയിൽ പദ്ധതി പ്രഖ്യാപിച്ചതും ഏറെ ചർച്ചയാകുമ്പോഴാണ് കേന്ദ്ര ബജറ്റിൽ കേരളം ഇടം നേടാതെ പോയത്. എയിംസ് എന്ന പതിറ്റാണ്ടുകളായുള്ള കേരളത്തിന്റെ ആവശ്യത്തിന് ഇക്കുറിയും പച്ചക്കൊടി വീശിയില്ല. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ട നിർമ്മാണം ഉദ്ഘാടനം കഴിഞ്ഞ ഈ വേളയിലും പദ്ധതിക്കായി കേന്ദ്ര ബജറ്റിൽ ഒന്നുമില്ല. ശബരിമല റെയിൽപാതയ്ക്കും ഒന്നും മാറ്റിവെച്ചിട്ടില്ല. വയനാട് പുനരധിവാസ പാക്കേജ് പ്രഖ്യാപനം ഈ ബജറ്റിലും ഉണ്ടായില്ല. എന്നാൽ അപൂർവ ധാതുകരണ ഇടനാഴി പദ്ധതിയിൽ കേരളത്തെ ഉൾപ്പെടുത്തിയത് നേട്ടമായി വിലയിരുത്തുന്നു. ധാതു സമ്പുഷ്ടമായ സംസ്ഥാനങ്ങളിൽ ധാതുകരണം, സംസ്കരണം അടക്കം വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. We now propose to support the mineral-rich states of Odisha, Kerala, Andhra Pradesh and Tamil Nadu to establish dedicated rare earth corridors to promote mining, processing, research and manufacturing. നാളികേര പ്രോത്സാഹന പദ്ധതിയിലും ആമ സംരക്ഷണ കേന്ദ്രത്തിലും ആയുർവേദ ചികിത്സാ പ്രോത്സാഹന പദ്ധതിയിലും കേരളത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മാറ്റി നിർത്തിയാൽ കേരളത്തിനായി കാര്യമായ പ്രഖ്യാപനങ്ങളൊന്നുമില്ല. 21,000 കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഉൾപ്പെടെ 29 ആവശ്യങ്ങളായിരുന്നു കേരളം മുന്നോട്ട് വെച്ചിരുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
വമ്പൻ പ്രഖ്യാപനങ്ങളൊന്നും കേന്ദ്ര ബജറ്റിൽ ഇല്ലെങ്കിലും കേരളത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് ബജറ്റ് ഗുണകരമാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യവസായ ലോകം. കയറ്റുമതി, കാർഷിക, ടൂറിസം മേഖലകൾക്ക് നൽകിയിട്ടുള്ള പ്രാധാന്യം കേരളത്തിന് ഗുണകരമാകുമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ഭാരവാഹികൾ കൊച്ചിയിൽ പറഞ്ഞു. അതിവേഗ റെയിലും എയിംസും കേരളം പ്രതീക്ഷിച്ച വമ്പൻ പദ്ധതികൾ ഇതൊക്കെയാണ്. ഇതൊന്നും ഇല്ലാത്തതിന്റെ നിരാശയും രാഷ്ട്രീയ വിമർശനവും ഉയരുമ്പോൾ ബജറ്റിനെ സ്വാഗതം ചെയ്യുകയാണ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി കേരള ഘടകം. പ്രായോഗിക തലത്തിൽ കേരളത്തിന് ഗുണകരമാകുന്ന നിരവധി പദ്ധതികൾ ബജറ്റിലുണ്ടെന്ന് ബജറ്റ് വിലയിരുത്തലിന് ശേഷം ഭാരവാഹികൾ കൊച്ചിയിൽ പറഞ്ഞു. കയറ്റുമതി മേഖലയെ സഹായിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. കാർഷിക മേഖലയിൽ കൂടുതൽ പരിഗണന നൽകിയെന്നും ചന്ദനമരം കൃഷി ആഗോളതലത്തിൽ വലിയ സാധ്യതയാണ് കേരളത്തിന് മുന്നിൽ തുറന്നിട്ടിരിക്കുന്നതെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി അംഗങ്ങൾ വ്യക്തമാക്കുന്നു. കോക്കനട്ട് ആൻഡ് കാഷ്യൂ, ഇതിനെല്ലാം കാഷ്യൂ ഒരു വാല്യൂ അഡീഷൻ നോക്കണത്. ഇത് കൂടാതെ നമ്മൾ കൾട്ടിവേഷൻ കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസ് ചെയ്ത ശേഷം അതിനെ വാല്യൂ ആഡ് ചെയ്യുക, അത് എക്സ്പോർട്ട് ചെയ്യുക. ദ പ്ലാറ്റ്ഫോം ഈസ് ക്ലിയർ നൗ. നമ്മളാണ് ഇതിനെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളവർ ചെയ്യേണ്ടത്. അന്ന് കേരള വി ഷുഡ് SMS ഷുഡ് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദ സിറ്റുവേഷൻ. ആൻഡ് ഒരു റബ്ബറിനെ പറ്റി ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ റബ്ബറിനെ റബ്ബർ കൂടാതെ മറ്റുള്ള ക്രോപ്സിന് സാൻഡൽവുഡ്, ഇത് നമ്മൾ പണ്ടേ തുടങ്ങേണ്ടിയിരുന്നു. ഇപ്പോൾ അത് സാൻഡൽവുഡ് ഉണ്ട്, പിന്നെ കൊക്കോ, ഇങ്ങനത്തെ കുറേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എയിംസ് ലഭിച്ചില്ല എന്ന പരാതി നിലനിൽക്കുമ്പോഴും ആരോഗ്യ മേഖലയിൽ കൂടുതൽ പ്രഖ്യാപനങ്ങളുണ്ട്. അത് ഗുണം ചെയ്യുമെന്നും ആയുർവേദ മേഖലയിൽ കൂടുതൽ നേട്ടം കൈവരിക്കാൻ കഴിയുമെന്നും വ്യവസായികൾ വ്യക്തമാക്കുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ എക്സ്പോർട്ട് മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ കേരളം പോലൊരു സ്റ്റേറ്റിൽ അറിയാലോ, ഓൾമോസ്റ്റ് 500 ഫാർമസീസ് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുമ്പോൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് അവിടെ വരാനുള്ള ചാൻസ് ഉണ്ട്. സ്ത്രീപക്ഷ നിലപാടുകൾ മുന്നോട്ട് വെക്കുന്നതാണ് ഇത്തവണത്തെയും ബജറ്റ്. ഷീമാർട്ട് ഏറ്റവും പ്രധാന ഉദാഹരണമാണ്. കൊച്ചു ഇൻഡസ്ട്രീസാണ് എപ്പോഴും കേരളത്തിന് നല്ലത്. MSMEയിൽ ഇത്തവണ ഈ ബജറ്റിൽ കണ്ടിരിക്കുന്ന ലിക്വിഡിറ്റി സപ്പോർട്ട് ഫോർ MSME ത്രൂ ത്രെഡ്സ്, അത് വളരെയധികം സ്വാഗതാർഹമായ ഒരു പ്രപ്പോസലാണ്. ആൻഡ് കോർപ്പറേറ്റ് മിത്ര, ആ സ്കീമും MSMEകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സ്വാഗതാർഹം ചെയ്യുന്ന ഒരു പ്രപ്പോസൽ തന്നെയാണ്. ഷീമാർട്ട്സ് എന്ന് പറഞ്ഞ സ്കീം സ്ത്രീകളെ സംബന്ധിച്ച് കൊച്ചു സെൽഫ് ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾ, സ്വന്തമായിട്ട് ചെറിയ ബിസിനസ് ചെയ്യുന്ന സ്ത്രീകൾക്ക് ഷീമാർട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ധാതു ഇടനാഴിയും ടൂറിസം മേഖലയിലുള്ള പ്രഖ്യാപനങ്ങളും കേരളത്തിന്റെ നിലവിലെ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായവയാണ്. അതുകൊണ്ട് തന്നെ വൻകിട പദ്ധതികൾക്ക് അപ്പുറത്തേക്ക് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും തനത് വരുമാനവും വർദ്ധിപ്പിക്കാൻ ബജറ്റ് സുപ്രധാന പങ്ക് വഹിക്കുമെന്നാണ് വ്യവസായ ലോകം വ്യക്തമാക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. കേന്ദ്ര ബജറ്റിൽ ആരോഗ്യ മേഖലയുടെ വികാസത്തിനും ഗവേഷണങ്ങൾക്കും വാരിക്കോരിയാണ് പ്രഖ്യാപനം. രാജ്യത്ത് 5 റീജിയണൽ മെഡിക്കൽ ഹബ്ബുകൾ ധനമന്ത്രി പ്രഖ്യാപിച്ചു. ആയുർവേദത്തെ പ്രോത്സാഹിപ്പിക്കാൻ പദ്ധതി ആവിഷ്കരിക്കും. പ്രമേഹം, ക്യാൻസർ മരുന്നുകളുടെ വില കുറയുന്നത് ഏറെ ആശ്വാസകരം. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ 9ാം ബജറ്റിൽ ആരോഗ്യ മേഖലയ്ക്ക് വമ്പൻ പ്രഖ്യാപനങ്ങളാണ്. ആയുർവേദ മേഖലയിൽ പുതിയ 3 ഓൾ ഇന്ത്യ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിക്കുമെന്നാണ് പ്രഖ്യാപനം. കൂടാതെ 5 മേഖലാ മെഡിക്കൽ ഹബ്ബുകൾ സ്ഥാപിക്കുമെന്നും ബജറ്റിൽ പറയുന്നു. മെഡിക്കൽ ടൂറിസത്തിനായി സ്വകാര്യ മേഖലയുമായി സഹകരിച്ചാണ് പദ്ധതി. 3 പുതിയ അഖിലേന്ത്യാ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിക്കും. ഒപ്പം ആയുഷ് ഫാർമസികളുടെ നിലവാരം ഉയർത്തുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും. മരുന്ന് ചെടികൾ വളർത്തുന്നവർക്കും സംസ്കരിക്കുന്നവർക്കും സഹായ പദ്ധതി പ്രഖ്യാപിച്ചു. ആയുർവേദ മേഖലയിൽ ഗവേഷണത്തിനും പരിശോധനകൾക്കും കൂടുതൽ പ്രൊഫഷണലുകളെ നിയോഗിക്കുമെന്നും ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചു. യോഗ, വെൽനസ് സ്കീമുകൾക്കായി 1.5 ലക്ഷം കെയർ ഗിവർമാരെ പരിശീലിപ്പിക്കും. ശാരീരിക വൈകല്യമുള്ളവർക്കായി ദിവ്യാംഗൻ കൗശൽ യോജന പ്രഖ്യാപിച്ചു. കൂടുതൽ കൃത്രിമ അവയവ നിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിക്കും. മെഡിക്കൽ ഹബ്ബുകൾ തൊഴിലവസരങ്ങളുടെ കേന്ദ്രമാക്കും. ആയുർവേദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ആയുഷ് ഫാർമസികളുടെ നിലവാരം ഉയർത്തും. ഗവേഷണത്തിനും പരിശോധനകൾക്കും കൂടുതൽ പ്രൊഫഷണലുകളെ നിയോഗിക്കുമെന്നും ബജറ്റിലുണ്ട്. സ്വകാര്യ മേഖലയുമായി സഹകരിച്ചാകും പ്രാദേശിക മെഡിക്കൽ ടൂറിസം ഹബ്ബുകൾ സ്ഥാപിക്കുക. സംയോജിത ആശുപത്രികൾ, ആയുഷ് പുനരധിവാസം എന്നിവയിലൂടെ തൊഴിലവസരങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, മെഡിക്കൽ മൂല്യ ടൂറിസം എന്നിവ ഉത്തേജിപ്പിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ആഭ്യന്തര ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം അന്താരാഷ്ട്ര രോഗികളെ ആകർഷിക്കുന്ന വലിയ തോതിലുള്ള സംയോജിത ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങൾ നിർമ്മിക്കാൻ സംസ്ഥാനങ്ങളെ സഹായിക്കാൻ പദ്ധതി ലക്ഷ്യമിടുന്നു. ഗ്ലോബൽ ബയോ ഫാർമ മാനുഫാക്ചറിംഗ് ഹബ്ബാക്കാൻ 10,000 കോടി നീക്കിവെച്ചു. അർബുദ ചികിത്സയ്ക്കുള്ള 17 മരുന്നുകൾക്ക് കസ്റ്റംസ് തീരുവയില്ല. ക്യാൻസർ മരുന്നുകളുടെ വില കുറയും. 7 അപൂർവ രോഗങ്ങളുടെ മരുന്നുകൾക്ക് തീരുവ ഇല്ല എന്നതും രോഗികൾക്ക് ആശ്വാസം പകരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
ബലൂചിസ്ഥാൻ പ്രവിശ്യയിലുടനീളം നടന്ന സംഘടിത ആക്രമണ പരമ്പരയെ തുടർന്ന് പാകിസ്ഥാൻ സുരക്ഷാ സേന 40 മണിക്കൂറിനുള്ളിൽ 145 തീവ്രവാദികളെ വധിച്ചതായി പ്രവിശ്യ മുഖ്യമന്ത്രി. ഡസൻ കണക്കിന് സുരക്ഷാ ഉദ്യോഗസ്ഥരും സാധാരണക്കാരും കൊല്ലപ്പെട്ടു. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും നടന്ന റെയ്ഡുകളിൽ കൊല്ലപ്പെട്ട തീവ്രവാദികളും നടന്നുകൊണ്ടിരിക്കുന്ന കോംബിംഗ് ഓപ്പറേഷനുകളിൽ കൊല്ലപ്പെട്ട മറ്റുള്ളവരുമെല്ലാം മരിച്ചവരിൽ ഉൾപ്പെടുന്നുവെന്ന് ബലൂചിസ്ഥാൻ മുഖ്യമന്ത്രി സർഫറാസ് ബുക്തി പ്രവിശ്യ തലസ്ഥാനമായ ക്വറ്റയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സൗദി പ്രവാസികളുടെ 5 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം സൗദിയുടെ ദേശീയ വിമാന എയർലൈനായ സൗദി എയർലൈൻസ് കരിപ്പൂർ ഇറങ്ങി. രാവിലെ 8:15ഓടെയാണ് വിമാനം റൺവേ തൊട്ടത്. വിമാനത്താവളത്തിലെത്തിയ ആദ്യ സംഘം യാത്രക്കാരെ ശിങ്കാരി മേളവും കോൽക്കളിയും അറബനമുട്ടും ഒക്കെയായി ആവേശകരമായ സ്വീകരണമാണ് നാട്ടുകാരും മലബാർ ഡെവലപ്മെന്റ് ഫോറം ഭാരവാഹികളും ചേർന്ന് നൽകിയത്. നിലവിൽ ചെറിയ വിമാനങ്ങളാണ് സർവീസ് ആരംഭിച്ചിട്ടുള്ളതെങ്കിലും വരും ദിവസങ്ങളിൽ വലിയ വിമാനങ്ങൾ കരിപ്പൂരിലേക്ക് എത്തിക്കാൻ ആവശ്യമായ സമ്മർദ്ദം ചെലുത്തുമെന്ന് വികസന സമിതി ഭാരവാഹികൾ വ്യക്തമാക്കി. മേഖലാ സംഘർഷവുമായി ബന്ധപ്പെട്ട സൗദി അറേബ്യയുടെ നിലപാടിൽ മാറ്റം വന്നതായി ചില മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് സൗദി ഉന്നത ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള എല്ലാ തർക്ക വിഷയങ്ങൾക്കും സംഭാഷണത്തിലൂടെയും നയതന്ത്ര മാർഗങ്ങളിലൂടെയും സമാധാനപരമായ പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങളെ സൗദി അറേബ്യ പിന്തുണയ്ക്കുന്നു. ഇറാനെതിരായ ഏതെങ്കിലും സൈനിക നടപടികൾക്ക് തങ്ങളുടെ വ്യോമാതിർത്തിയോ ഭൂപ്രദേശമോ ഉപയോഗിക്കാൻ സൗദി അറേബ്യ അനുവദിക്കില്ലെന്നും ഉന്നത ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. ഇറാനെതിരായ ആക്രമണങ്ങൾക്ക് സൗദി അറേബ്യ ഒരു നിലയ്ക്കും കൂട്ടുനിൽക്കില്ല എന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അബുദാബിയിൽ വളർത്തുമൃഗങ്ങളുടെ രജിസ്ട്രേഷൻ നിർബന്ധമാക്കി. പൂച്ച, നായ തുടങ്ങി വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുടെ രജിസ്ട്രേഷൻ അടുത്തുള്ള വെറ്ററിനറി ക്ലിനിക്കുമായി ബന്ധപ്പെട്ട് പൂർത്തിയാക്കണമെന്ന് അബുദാബി മുനിസിപ്പാലിറ്റി അറിയിച്ചു. ഫെബ്രുവരി 3 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. വ്യക്തികൾ വളർത്തുന്ന മൃഗങ്ങൾക്ക് 1 വർഷം വരെയും സ്ഥാപനങ്ങളിൽ വളർത്തുന്നവയ്ക്ക് 6 മാസം വരെയും രജിസ്ട്രേഷന് സമയം അനുവദിച്ചിട്ടുണ്ട്. നിശ്ചിത സമയത്തിനകം രജിസ്ട്രേഷൻ നടത്താത്തവർക്കും രജിസ്ട്രേഷൻ പുതുക്കാത്തവർക്കും 1000 ദിർഹം പിഴ ചുമത്തും. വളർത്തുമൃഗങ്ങളുടെ വിശദാംശങ്ങളും ഉടമയുടെ വിവരങ്ങളും ഉൾപ്പെടുത്തിയ ചിപ്പ് രജിസ്ട്രേഷൻ നടത്തുമ്പോൾ ലഭിക്കും. കുവൈറ്റിൽ സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് സഹകരണ മാർക്കറ്റുകളിൽ മുൻഗണന ഉറപ്പാക്കുന്നതിനായി പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ച സാമൂഹ്യകാര്യ മന്ത്രാലയം. ദേശീയ വ്യവസായങ്ങളുടെ വികസനം മുന്നിൽ കണ്ടാണ് പുതിയ നടപടി. പുതിയ നിർദ്ദേശമനുസരിച്ച് ദേശീയ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കൂടാതെ ഇവയ്ക്ക് വ്യക്തമായ ഷെൽഫ് സ്പേസ് നൽകാനും സഹകരണ സംഘങ്ങൾക്ക് നിർദ്ദേശം നൽകി. 90 ദിവസത്തിനകം വിൽക്കാൻ സാധിക്കാത്ത ഉൽപ്പന്നങ്ങൾ വിതരണക്കാർക്ക് തിരികെ നൽകണമെന്നും ഉത്തരവിൽ പരാമർശിക്കുന്നു. നിലവിൽ ദേശീയ കമ്പനികൾക്ക് ദോഷകരമായ ചട്ടങ്ങൾ, അനാവശ്യ റിട്ടേണുകൾ, നിർബന്ധിത സൗജന്യ സാധനങ്ങൾ ആവശ്യപ്പെടൽ തുടങ്ങിയ നടപടികൾ കർശനമായി വിലക്കിയിട്ടുണ്ട്. കൂടാതെ സഹകരണ ജീവനക്കാരുടെ പ്രവർത്തനങ്ങളിൽ നിയന്ത്രണം ശക്തമാക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ വിമാന കമ്പനികളുടെയും ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സേവനങ്ങൾ നൽകുന്നതിന് അനുമതി കുവൈറ്റ് എയർവേസിന് മാത്രമായി. ജനറൽ സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ചെയർമാൻ ഷെയ്ഖ് ഹമൂദ് മുബാറക് അൽ ഹമൂദ് അൽ ജാബർ അൽ സബാഹ് അറിയിച്ചതാണ് ഇക്കാര്യം. ഇത് പ്രകാരം കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രാദേശിക വിദേശ വിമാന കമ്പനികളുടെയും ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സേവനങ്ങളുടെ ചുമതല കുവൈറ്റ് എയർവേസിന് മാത്രമായിരിക്കും. നിലവിൽ നാഷണൽ ഏവിയേഷൻ സർവീസസ് കമ്പനിയാണ് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സേവനങ്ങൾ നൽകുന്നത്. ദേശീയ വിമാന കമ്പനിയെ ശക്തിപ്പെടുത്തുന്നതിനും യാത്രക്കാർക്ക് നൽകുന്ന സേവനങ്ങളുടെ നിലവാരം ഉയർത്തുന്നതിനുമുള്ള പ്രധാന നടപടിയുടെ ഭാഗമായാണ് ഈ തീരുമാനമെന്നും അദ്ദേഹം അറിയിച്ചു. ഇതുവഴി പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാനും ദേശീയ മനുഷ്യവിഭവശേഷിയുടെ പരിശീലനത്തിനും യോഗ്യതകൾ വികസിപ്പിക്കുന്നതിനും സഹായകരമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തബൂക്ക് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ കമ്മിറ്റി നിലവിൽ വന്നു. തബൂക്ക് VLS അറീന സ്പോർട്സ് സബ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന വിവിധ ഫുട്ബോൾ ക്ലബ്ബുകളുടെയും സാമൂഹിക സംഘടനാ പ്രതിനിധികളുടെയും വിപുലമായ ജനറൽ ബോഡി യോഗത്തിലാണ് അസോസിയേഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. ഫസൽ എടപ്പറ്റ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നജീബ് അരീക്കര പ്രസിഡന്റ്, ഫസൽ എടപ്പറ്റ ജനറൽ സെക്രട്ടറി, ഷെരീഫ് കാരക്കുന്ന് ട്രഷററായി കൊണ്ടാണ് തബൂക്ക് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രഥമ കമ്മിറ്റി നിലവിൽ വന്നത്. പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ പ്രസിഡന്റും സുപ്രീം കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം, SCWA മെമ്പർ ഡോക്ടർ സോണി എന്നിവർക്ക് ഗൾഫ് മലയാളി ഫെഡറേഷൻ റിയാദ് ചാപ്റ്റർ സ്വീകരണം നൽകി. റിയാദിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ റിയാദ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഷാജി മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി മുസ്തഫ കുമരനെല്ലൂർ സ്വാഗതം പറഞ്ഞു. പ്രവാസികളും അവരുടെ പ്രശ്നങ്ങളും എന്ന വിഷയത്തെ അവലംബിച്ച് അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം സംസാരിച്ചു. പ്രവാസി സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് ഡോക്ടർ സോണിയയും സംസാരിച്ചു.
ജീവനൊടുക്കിയ വ്യവസായി CJ റോയുടെ സംസ്കാരം നടന്നു. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ബന്നാർഘട്ട റോഡ് കൽക്കിരയിലുള്ള കാസ്കേഡ് റിസോർട്ടിലായിരുന്നു സംസ്കാരം. റോയുടെ ആഗ്രഹപ്രകാരമാണ് സംസ്കാരം കാസ്കേഡ് റിസോർട്ടിൽ നടത്തിയത്. അതേസമയം റോയ് ജീവനൊടുക്കിയ വെള്ളിയാഴ്ച ആദായനികുതി വകുപ്പിന്റെ പരിശോധന നടന്നിരുന്നില്ല എന്നാണ് മരണം അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന്റെ കണ്ടെത്തൽ. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനലിൽ സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ചിനെ തോൽപ്പിച്ച് സ്പാനിഷ് യുവതാരം കാർലോസ് അൽക്കാരസിന് കിരീടം. സ്കോർ 2-6, 6-2, 6-3, 7-5. ആദ്യ സെറ്റ് നഷ്ടമായ അൽക്കാരസ് പിന്നീടുള്ള 3 സെറ്റുകളും വിജയിച്ചാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ജയിച്ചത്. വിജയത്തോടെ കരിയർ ഗ്രാൻഡ് സ്ലാം നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന നേട്ടവും 22 വയസ്സുകാരനായ അൽക്കാരസിന്റെ പേരിലായി. സൗദി അറേബ്യൻ ക്ലബായ അൽ ഇത്തിഹാദ് ബാഴ്സലോണയുടെ യുവതാരം ലാമിൻ യമാലിനെ ടീമിലെത്തിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നു. സ്പാനിഷ് പത്രമായ ഫിച്ചാജസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ക്ലബ്ബ് വിട്ട കരീം ബെൻസേമയ്ക്കും മൂസ ഡയാബിക്കും പകരക്കാരനായി ഒരു മികച്ച താരത്തെ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി തങ്ങളുടെ പുതിയ സപ്പോർട്ടിംഗ് പ്രൊജക്ടിനെ നയിക്കാൻ ഏറ്റവും അനുയോജ്യനായ താരം യമാലാണെന്ന് അവർ വിശ്വസിക്കുന്നു. അതിനായി ഏകദേശം 300 മില്യൺ യൂറോയുടെ ഏകദേശം 2700 കോടി രൂപ റെക്കോർഡ് തുകയ്ക്കാണ് സൗദി ക്ലബ്ബ് വാഗ്ദാനം ചെയ്യുന്നത്. എന്നാൽ ലാമിൻ യമാലിനെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന ഉറച്ച നിലപാടിലാണ് ബാഴ്സലോണ. താരത്തിന്റെ കരാറിലെ റിലീസ് ക്ലോസ് 100 ബില്യൺ യൂറോയാണ്. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.